നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പ്രശാന്തെ, ഒരു വലിയ ക്യാമ്പയിൻ തിരുവനന്തപുരത്ത് നടത്താൻ CPM ലക്ഷ്യമിട്ടിരുന്നു. അതിന്റെ ഫലമായി ചില മാധ്യമങ്ങളൊക്കെ തിരുവനന്തപുരം നഗരം ചീഞ്ഞു നാർന്നു എന്ന തരത്തിൽ പ്രചരണം നടത്തി. അതിനിടയിൽ കരമനജയന്റെ ഒരു നല്ല വൃത്തിയുള്ള ഒരു പ്രസ്താവന ഞാൻ കേട്ടു. ശിവൻകുട്ടി കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അങ്ങ് മാറിയല്ല, ചീഞ്ഞുനാറ്റം അങ്ങ് മാറുന്നു. യഥാർത്ഥത്തിൽ ഒരു വലിയ ആസൂത്രണം തിരുവനന്തപുരം കോർപ്പറേഷനെ, BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ ആസൂത്രണം നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജേഷ് ആണെങ്കിൽ അഴിമതിരഹിത പ്രതിച്ഛായമായി ദിനം ദിനം പ്രതിച്ഛായ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. BJP-യിൽ പോലും എനിക്ക് തോന്നുന്നത് ഇപ്പം മറ്റ് സിനിമാ നടിമാരുടെ പോലും റീലുകൾക്ക് ഇത്രയും മൈലേജ് കിട്ടുന്നില്ല. രാജേഷിന്റെ വീഡിയോകൾക്കാണ് ഒരു മുഖ്യമന്ത്രി സ്റ്റഫ് എന്ന രീതിയിൽ വളരെ വലിയ ഒരു ഉയർച്ചയാണ് രാജേഷിന് സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിന് ഇപ്പൊ നമ്മള് നരേന്ദ്രമോദിയെ അക്ഷരാർത്ഥത്തിൽ അതെ, ഇന്ത്യക്ക് നരേന്ദ്രമോദി എങ്ങനെയെന്ന് പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് നഗരപിതാവ് എന്ന രീതിയിലേക്ക് VV രാജേഷ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ VV രാജേഷിന് വേണ്ടത്ര സപ്പോർട്ട് ഈ പാർട്ടിയിൽ നിന്ന് പോലും കിട്ടുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചില വാദങ്ങൾ പുറത്തുണ്ട്. അതായത് ഇപ്പൊ സുഗതനുമായി സുഗതനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും വേണ്ടത്ര രീതിയിൽ സുഗതന്റെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും ശ്രമിക്കുന്നില്ല. നഗരസഭയിൽ ഭരണം നിലനിർത്താനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ നിലനിൽക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സുരേഷ് ഒരു കൃത്യമായ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു ധൈര്യം, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഒരു സപ്പോർട്ട് പിന്തുണ കിട്ടുന്നില്ല എന്ന രീതിയിൽ ഒരു കൊടുക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു. ഇനി VV രാജേഷ് അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. VV രാജേഷ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾക്ക് ലഭ്യമായ ചില വിവരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. അതായത് ഇപ്പൊ കോർപ്പറേഷനിൽ ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ട് അടിയും പ്രശ്നവും വഴക്കും ഒക്കെ ഉണ്ടായിട്ടും BJP-യുടെ സംസ്ഥാന നേതൃത്വം അതിനെതിരെ ഒരു പ്രതികരണം നടത്തിയതായി കാണുന്നില്ല. ഒരു ശക്തമായ പ്രതികരണം നടത്തിയതായി കാണുന്നില്ല. നേരെ മറിച്ച് CPM-ലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ CPM-ന്റെ ഒരു കൗൺസിലെ ആയിരുന്നു ഇങ്ങനെ നടന്നതെങ്കിൽ എന്താകുമായിരുന്നു പുറത്തെ അവസ്ഥ നമുക്കറിയാം. അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരം സ്തംഭിച്ചില്ല. അതിപ്പോ നമ്മൾ കണ്ടതാണല്ലോ, ഒരു ED വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, ഒരു അന്വേഷണ ഏജൻസിയോട് കാണിച്ചത് നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ VV രാജേഷിന് ആഭ്യന്തര ശത്രുക്കളുണ്ടോ? എന്താണ് സത്യത്തിൽ ഈ CPM-ഉമായിട്ട്? ഞാൻ അതിലേക്ക് വരാം. ശ്രീലയുടെ ചോദ്യം വളരെ റിലവൻ്റ് ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് വലിയ പ്രസക്തിയുണ്ട്. നമുക്കിപ്പോൾ BJP ഭരിച്ചാലും CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഭരണം കാര്യക്ഷമമായിരിക്കണം, ഭരണം സുതാര്യമായിരിക്കണം, ഭരണം സത്യസന്ധമായിരിക്കണം, ഭരണത്തിന്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടണം, അല്ലേ? അത് X or Y, VV രാജേഷ് ആണോ, ആര്യ രാജേന്ദ്രനാണോ, ശബരിനാഥാണോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്നവർ ചെയ്യുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ റോളാണ് മാധ്യമങ്ങൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭരണപക്ഷത്തെ തിരുത്താനുള്ള ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് മാധ്യമങ്ങൾ വർത്തിക്കേണ്ടത്. നമ്മൾ ആ ധർമ്മമാണ് നിർവഹിക്കുന്നതെന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഈ രാജേഷ് കഴിഞ്ഞ 6 മാസമായിട്ട് വലിയ പരിക്കൊന്നുമില്ലാതെ നഗരസഭാ ഭരണം നിർവഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് തെരുവുനായ പ്രശ്നമായിരുന്നു. തെരുവുനായ പ്രശ്നത്തിന് രാജേഷ് വളരെ പെട്ടെന്നൊരു പരിഹാരം, ഞാൻ പറയണം 100% അല്ലെങ്കിലും ഒരു 80-85% പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ ഒരു 15%, അത് സ്വാഭാവികമാണ്. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ കൂടും കുടുക്കയായിട്ട് തെരുവുനായ്ക്കളുടെ അന്വേഷിച്ച് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ തെരുവുനായ്ക്കളുടെ ശല്യം എവിടെയെങ്കിലും ഉണ്ട് എന്ന് ആരെങ്കിലും അറിയിച്ചാൽ 1 മണിക്കൂറിനകത്ത് നടപടിയെടുക്കുമെന്നാണ് രാജേഷ് പറയുന്നത്. അവിടെ രാജേഷ് 1 മണിക്കൂറിനകത്ത് നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് രാജേഷിനെ കുറ്റപ്പെടുത്താം. പക്ഷെ അങ്ങനൊരു നടപടി ഉണ്ടാകാതിരിക്കുന്നില്ല, നടപടി ഉണ്ടാകുന്നുണ്ട്. അതൊരു കാര്യം. 2, ഈ മാലിന്യ പ്രശ്നം ശ്രീല പറഞ്ഞതുപോലെ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ തീർക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അതിന് ഒരു ലോങ് ടേം പ്രോജക്റ്റ് ആവശ്യമാണ്. അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് രാജേഷ് വളരെ കൃത്യമായിട്ട് BJP ഭരിക്കുന്ന മറ്റ് കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഇന്ത്യയിലുണ്ട്. അവിടെ എല്ലാം അവരുടെ കയ്യിൽ നിന്നെല്ലാം മാതൃകകൾ വാങ്ങി, അവരുടെ എല്ലാം പ്രോജക്റ്റുകൾ വാങ്ങി പഠിച്ച്, അത് ഈ രാജേഷ് അല്ല പഠിക്കേണ്ടത് നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗവും അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അവരെ ഏൽപ്പിച്ച് അതിന് മേൽനോട്ടം വഹിച്ച് അതിലേറ്റവും നല്ലൊരു പ്രോജക്റ്റ് നടപ്പാക്കാനാണ് രാജേഷ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പണിപ്പുരയിലാണ് അവർ. നടക്കട്ടെ, നമുക്കൊരല്പം സമയം കൊടുക്കാം. എന്തായാലും ഭരിക്കാൻ കയറിയല്ലേ ഉള്ളൂ, 6 മാസമല്ലേ ആയുള്ളൂ. നേരത്തെ, അതായത് മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ മാലിന്യ നീക്കം സജീവമാണ്. അതിൽ വലിയ പരാതികളൊന്നും വരുന്നില്ല.
നേരത്തെ എങ്ങനെയാണോ ഹരിതകർമ്മസേന ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ഇവിടെ തുടരുന്നുണ്ട്. അതങ്ങനെ തുടരട്ടെ. സമാന്തരമായിട്ട് പുതിയ ഒരു മാലിന്യ സംസ്കരണ, മാലിന്യ നിർമ്മാർജ്ജന, മാലിന്യ സംസ്കരണ, മാലിന്യ ഉറവിട സംസ്കരണ പദ്ധതികളാണ് നമുക്ക് വേണ്ടത്. എന്തായാലും അത് നല്ലൊരു പദ്ധതി വരുമെന്ന് നമുക്ക് മറ്റുള്ളവരെ പോലെ നമുക്കും ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. ഇനി പിന്നെയുള്ളത് ഈ നഗരസഭാ കെട്ടിടങ്ങൾ കയ്യേറിയത്, അത് ഒഴിപ്പിക്കുന്നത്, അതുപോലെ ഈ വളരെ കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ പിടിച്ചിട്ട് കൂടിയ തുകയ്ക്ക് മറിച്ച് കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുക. പിന്നെ ഈ അനധികൃത ഹഫ്ത, മറ്റേ ബോംബെയിലെ മുംബൈയിൽ പണ്ട് ചേരികളിൽ ഹഫ്ത പിരിക്കുമല്ലോ, അതുപോലെ ഇവിടെ പാവപ്പെട്ട മത്സ്യക്കച്ചവടക്കാരും പിന്നെ ഈ മത്സ്യം വിൽക്കാൻ വരുന്ന സ്ത്രീകളും ഒക്കെ അവരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന ഈ പരിപാടികളെല്ലാം രാജേഷ് അവസാനിപ്പിച്ചു. നഗരസഭ ഹെൽത്ത് സ്ക്വാഡ് വളരെ സജീവമാണ്, ഫുഡ് ഇൻസ്പെക്ടർമാർ സജീവമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഹോട്ടലുകളിൽ ഇപ്പോൾ തന്നെ നോട്ടീസൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ചില ഹോട്ടലുകളിൽ നടപടി വന്നു, അവർക്ക് ലൈസൻസ് കട്ട് ചെയ്തു, കാര്യങ്ങൾ ശരിയാക്കിയതിന് ശേഷം 1 ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ 100% അങ്ങ് ഇപ്പോൾ വെടിപ്പാക്കി കളയും എന്നല്ല, പക്ഷേ ഒരു 50% മുകളിലേക്ക് രാജേഷിൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് രാജേഷിൻ്റെയും ടീമിൻ്റെയും, ഇത് കേവലം രാജേഷിൻ്റെ മാത്രം വിജയമല്ല, രാജേഷിൻ്റെ കൂടെ ഒരു വലിയ ടീമുണ്ട്. ആശാനാഥ് ഉണ്ട്, അതുപോലെ MR ഗോപനുണ്ട്, പിന്നെ കരമന അജിത്ത് ഉണ്ട്, അതുപോലെ നമ്മുടെ പാപ്പനംകോട് സജിയുണ്ട്, ഗിരിയുണ്ട്. അങ്ങനെ ഒരു വലിയ ടീം കഴിഞ്ഞ, പിന്നെ നമ്മുടെ ആറ്റുകാല് ബീന, അതുപോലെ തന്നെ നമ്മുടെ തിരുമലയിലുള്ള മഞ്ജു, ഇങ്ങനെ ഒരു വലിയ ടീം ഇതിനകത്ത് ഉണ്ട്. എന്തായാലും നമ്മുടെ നല്ല കൗൺസിലർമാരുടെ, അതായത് കഴിഞ്ഞ 10 വർഷം കൗൺസിലറായിട്ട് പ്രവർത്തിച്ച് നല്ല അനുഭവ സമ്പത്തുള്ള ആൾക്കാർ. പിന്നെ അവരിൽ ഞാൻ ഇപ്പോൾ കാണുന്ന ഒരു പ്രത്യേകത, ഈ നിമിഷം വരെ അവർ ഒരുമിച്ചാണ്, ഐക്യമുണ്ട്, ഒറ്റക്കെട്ടാണ്, അഴിമതി രഹിതമാണ്. അവരാരുടെയും കയ്യിൽ നിന്ന് ചില്ലറ വാങ്ങുന്നു, എന്നിട്ട് കണ്ണടയ്ക്കുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രതിപക്ഷം എന്തെങ്കിലും ഒരു തുരുമ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ CPM ചാടി വീണേ. അങ്ങനെ ഒരു തുരുമ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒറ്റക്കെട്ടാണ്. ഇനി നമുക്ക് രാജേഷിലേക്ക് തിരിച്ചു വരാം. വ്യക്തിപരമായിട്ട് രാജേഷ് എന്ന മേയറിലേക്ക് വരാം. ഈ രാജേഷിന്റെ ഗ്രാഫ് ഒന്ന് എങ്ങനെയെങ്കിലും ഇടിച്ച് കാണണമെന്ന് ആഗ്രഹിച്ച് CPM കണ്ണിൽ എണ്ണയും ഒഴിച്ചിങ്ങനെ കാത്തിരിക്കുക. മറ്റേ സിനിമയിൽ മീശ മാധവനിൽ ജഗതി ഇങ്ങനെ കണ്ണ് ഉറങ്ങാതിരിക്കാൻ തുറന്നു വെക്കുന്ന പോലെ കണ്ണും വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? അപ്പോൾ എങ്ങനെയെങ്കിലും, അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നാറ്റിക്കാൻ പറ്റുന്ന ഒരു വിഷയം മാലിന്യം. അപ്പോൾ അതാ ഇവിടുത്തെ പല ഹോട്ടലുകളിൽ നിന്നും സ്വീകരിക്കുന്ന വേസ്റ്റ്, ഈ വേസ്റ്റ് വാങ്ങി ഇത് ജൈവമാലിന്യം, പ്രത്യേകിച്ച് അത് തമിഴ്നാട്ടിലെയും മറ്റും ചില പന്നി ഫാമിലും മറ്റുമൊക്കെ ഇത് പ്രോസസ്സ് ചെയ്ത് വിൽക്കുന്ന ഒരു വലിയ ഏജൻസി, ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് CPM ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാങ്ങിയ വേസ്റ്റ് വളരെ തന്ത്രത്തിൽ കൊണ്ടുവന്ന് ആമയിഴഞ്ചാൻ തോട്ടിൽ തള്ളി. ആമയിഴഞ്ചാൻ തോട്ടിനെ കൂടുതൽ, ആമയിഴഞ്ചാൻ തോട്ട് വൃത്തിയാക്കണമെങ്കിൽ തന്നെ ഒരു വലിയ ഹ്യൂജ് ടാസ്ക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കൊണ്ടുവന്ന് തള്ളി ഇത് കൂടുതൽ നാശമാക്കാൻ ശ്രമിച്ചു. അങ്ങനെ തള്ളുന്നു എന്നുള്ള പരാതി വന്നപ്പോൾ വാസ്തവത്തിൽ നഗരസഭ അത് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഹെൽത്ത് സ്ക്വാഡ് ഇറങ്ങി. അപ്പോൾ അവർ ഇത് കയ്യോടെ പിടിച്ചു. ഈ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്ന മാലിന്യം തള്ളുന്ന ആളാരാ? ഒരു ഷമീർ, കരിമടം സുരേഷ്. ഈ ഷമീർ എന്ന് പറയുന്നവൻ ചാല വാർഡിൽ നിന്ന് മത്സരിച്ച ചാല CPMന്റെ ചാല ഏരിയ കമ്മിറ്റി അംഗം സുന്ദറിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. സുന്ദറും ഷമീറും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്, വൈറലായിരിക്കും. ജനങ്ങൾ രാജേഷിനോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ പെട്ടെന്ന് എത്തുന്നത്. നമുക്കറിയാലോ, ഇപ്പൊ നമ്മളൊരു വാർത്ത ചെയ്യുമ്പോൾ ആരെതിർത്താലും ഇതിൽ നിൽക്കുന്ന ആൾക്കാർ അനുകൂലമാകുന്നതാണ്. നമുക്ക് പല വിവരങ്ങൾ കൂടുതൽ ആൾക്കാർ മാത്രമല്ല, ഇതിനെ നിഷ്പക്ഷമായിട്ട് കാണുന്ന ആൾക്കാർ വലിയ പിന്തുണയായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് ആരും ഭയപ്പെടുത്താനൊന്നും വരണ്ട, അതൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ ഈ വളരെ പെട്ടെന്ന് നടപടിയെടുത്തു. ഇവർ ഈ മാലിന്യം തടയാൻ ശ്രമിച്ചപ്പോൾ ഇവർ ആ മാലിന്യം കൊണ്ടുവന്ന പിക്കപ്പ് ഇവരുടെ നേരെ ഓടിച്ചു കയറ്റി. 2 പേർക്ക് പരിക്കുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ രാഹുലും പിന്നെ മറ്റൊരാളും, 2 പേർക്കാണ് നഗരസഭാ ഉദ്യോഗസ്ഥർക്ക്. അതിൽ ഒരാളിന് തോളലിന് പൊട്ടലുണ്ട്. അവർ ആശുപത്രിയിലൊക്കെ പോലീസ് കേസെടുത്തു. അതിൽ കരിമടം സുരേഷ് അറസ്റ്റ് ചെയ്തു പോലീസ്. കാരണം ഇതൊക്കെ ഇപ്പം വലിയ ഗുരുതരമായ കുറ്റമാണ്, പെട്ടെന്ന് ജാമ്യമൊന്നും കിട്ടൂല. എന്തായാലും ഇതിൻ്റെ പുറകിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കേവലം CPMന് മാത്രമല്ല രാജേഷിനോടും ഇപ്പോഴത്തെ നഗരസഭാ ഭരണത്തോടും വിയോജിപ്പും വിരോധവും ഉള്ളത്.
ഇത് ഇപ്പോൾ CPM ഉണ്ടായ നമുക്ക് മനസ്സിലാക്കാം, കോൺഗ്രസ്സിനുണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ രാജേഷിന് പാളയത്തിൽ പടയുണ്ടോ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അത് ഇതിനെക്കുറിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ കാര്യത്തിൽ ഇടപെടണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കുറച്ച് വസ്തുതകൾ ഞാൻ മുന്നിൽ വയ്ക്കാം. അത് ശരിയാണോ തെറ്റാണോ എന്ന് ശ്രീല പറയും. ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായി, നമ്മുടെ സുഗതൻ്റെ വിഷയം ഉണ്ടായി, ഈ മാലിന്യ പ്രശ്നം ഉണ്ടായി, രാജേഷിനെതിരെ ഇങ്ങനെ വലിയ ആക്രമണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, തെരുവുനായ പ്രശ്നത്തിലടക്കം. പക്ഷെ ശ്രീല നേരത്തെ പറഞ്ഞൊരു വരിയുണ്ടല്ലോ, പിന്തുണ. അത് രാജേഷിൻ്റെ പാർട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ രാജേഷിനെ അനുകൂലിച്ച് എത്ര പ്രസ്താവനകൾ വന്നു, എത്ര പത്രസമ്മേളനങ്ങൾ നടന്നു, എത്ര നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ അടക്കം രാജേഷിന് പിന്തുണയുമായിട്ട് രംഗത്തെത്തി. ഞാൻ പറയുന്ന കേവലം രാജേഷ് എന്ന് പറയുന്ന നമുക്കൊരു പേരേ പെട്ടെന്ന് പറയാൻ കഴിയുള്ളൂ. രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക്, നഗരസഭാ ഭരണത്തിന് പിന്തുണയുമായിട്ട് BJPയുടെ എത്ര നേതാക്കൾ, എത്ര സംസ്ഥാന നേതാക്കൾ, സംസ്ഥാന പ്രസിഡന്റ് തൊട്ട് ഇങ്ങോട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം ഒരുപാട് പേര് ഒരു വലിയ പട തന്നെയുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷുമായി ഒരുമിച്ച് ഒരേ കാലത്ത് ABVP പ്രവർത്തനം എനിക്കറിയാം. ഞാനന്ന് ആ കോളേജിൽ പഠിക്കുകയാണ്. ഏതാണ്ട് ഞങ്ങളൊക്കെ ഒരു വലിയ പ്രായവ്യത്യാസം ഇല്ലാത്തവരാണ്. രാജേഷും ഞാനും ഏതാണ്ട് ഒരേ പ്രായമാണ്. ഇരിക്കട്ടെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മാറുവാനിസിൽ പിന്നെ രാജേഷ് ABVPയുടെ ഇതിൽ പ്രവർത്തിക്കുന്നതും. ഞാൻ ആ കാലത്ത് MG കോളേജിൽ പഠിക്കുകയാണ്. രാജേഷ് അവിടെ മീറ്റിങ്ങിനൊക്കെ വരുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇരിക്കട്ടെ, അപ്പോൾ എൻ്റെ ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം BJP നേതാക്കളാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ സംശയിക്കില്ലേ, ഈ രാജേഷിൻ്റെ വീഴ്ച ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ എന്ന് വെച്ചാൽ, രാജേഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നഗരസഭാ ഭരണത്തിൻ്റെ മേയർ അടക്കം ഡെപ്യൂട്ടി മേയർ അടക്കം നഗരസഭാ ഭരണം വീഴണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും BJPക്കുള്ളിലുണ്ടോ? നഗരസഭാ ഭരണം വീഴണമെന്നുണ്ടാവില്ല. രാജേഷ് അതുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കലി രാജേഷിലേക്ക് വരുന്നത് കൊണ്ടാണ്. കാരണം രാജേഷ് ഒരു പ്രോസ്പെക്റ്റീവ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ഷേ അടുത്ത സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ ഉയർന്ന ഒരു പദവിയിൽ രാജേഷ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രീല ആദ്യം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ എത്ര അറ്റൻഷൻ കിട്ടുന്നു, അതിനേക്കാൾ വളരെ കൂടുതൽ അറ്റൻഷൻ VV രാജേഷിന് കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു നല്ല ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ കാസർഗോഡ് ചെന്നിട്ട് തിരുവനന്തപുരം മേയർ ആരെന്ന് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ ആരും കണ്ണും പൂട്ടി ഉത്തരം പറയും അത് VV രാജേഷാണ്. നേരെ മറിച്ച് കൊല്ലം മേയറെ അറിഞ്ഞൂടെ, കണ്ണൂർ മേയറെ അറിഞ്ഞൂടെ, കോഴിക്കോട് മേയറെ അറിഞ്ഞൂടെ, കൊച്ചി മേയറെ അറിഞ്ഞൂടെ. അല്ല, അത് നിങ്ങൾക്കറിയാം. കാസർഗോഡ് ഇരിക്കുന്ന ഒരാളിന് കൊച്ചി മേയർ ഈ മറ്റേ മേയർ ആകുന്ന സമയത്ത് ചില സമവാക്യങ്ങളും മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കൊച്ചി മേയർ അറിയാം. പിന്നെ കോഴിക്കോട് മേയർ കഴിഞ്ഞ ദിവസം വന്ന് കണ്ടിരുന്നു VV രാജേഷിനെ. എന്തോ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് ഇവരെയൊക്കെ അറിവുണ്ടാവും. ഫെമിലിയർ അല്ല, സാധാരണക്കാരായ മനുഷ്യര് അവരാഗ്രഹിക്കുന്നത് പോലെ ഭരിക്കാൻ ഒട്ടൊക്കെ രാജേഷിന് പറ്റുന്നുണ്ട്. അതാണ് ഈ രാജേഷിന്റെ ടീമിന്റെ സംസ്ഥാന നേതൃത്വം കണ്ടുപഠിക്കേണ്ടത്. ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ അക്കാര്യത്തിൽ ഞാൻ അതിനു മുമ്പ് ഒരു വരി കൂടെ പറഞ്ഞോട്ടെ. അക്കാര്യത്തിൽ രാജേഷിന്റെ കൂടെ നിൽക്കുന്ന ടീം മാത്രമല്ല, രാജേഷിനെ ഉപദേശിക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മുടെ പഴയ കൗൺസിലർ മധുസൂദനൻ ചേട്ടനെ പോലെയുള്ള മുതിർന്ന BJP നേതാക്കൾ, തിരുവനന്തപുരം നഗരത്തിന്റെ സ്പന്ദനങ്ങൾ അറിയുന്നവർ, വളരെ കൃത്യമായിട്ട് തിരുവനന്തപുരം നഗരം എന്താണ് എന്ന് ഉള്ളംകൈയിലെ രേഖ പോലെ അറിയുന്നവർ, അവരുടെ സഹായം രാജേഷിന് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, രാജേഷ് കഴിഞ്ഞ ഈ പാർട്ടിയിലേക്കും അങ്ങനെ ചിലർ വന്നിട്ടുണ്ട് പ്രശാന്ത്. ഇപ്പോൾ CPM-ൽ നിന്നൊക്കെ പ്രവർത്തിച്ച് വന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന അവർ ഭയങ്കര നിരാശരാണെന്നുള്ളതാണ്. അതിപ്പോൾ ഈവൻ PC ജോർജ് ആയാലും അതുപോലെ തന്നെ അങ്ങനെ മറ്റ് സംഘടനകൾ പ്രവർത്തിച്ച് വന്നവർക്ക് ഈ സംഘടനയും വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊരു ഡേ ടു ഡേ കാര്യപരിപാടിയോ ബിപിൻ സിബാബു ഒക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ആളാണ്. പക്ഷെ അവരൊന്നും മാത്രമല്ല SNDPയുടെ വളരെ മുതിർന്ന ഒരു നേതാവും കൂടിയാണ്. അദ്ദേഹത്തിന്റെ അമ്മയും ഒക്കെ. അവര് CPM ആ കുടുംബം, ഞാൻ മനസ്സിലാക്കുന്നത് കായംകുളത്ത് ഒരു വലിയ കുടുംബമാണ്, വലിയ വേരുകളുള്ള ഒരു കുടുംബമാണ്. അതുപോലെയുള്ള ആൾക്കാരെ കിട്ടിയിട്ട് സമർത്ഥമായിട്ട് അവരെ പ്രയോജനപ്പെടുത്താൻ BJPക്ക് കഴിയുന്നില്ല. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇവരോട് വലിയ സഹതാപം. രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ല. ഇവരിപ്പോഴും എന്താണ് അവരെ കുറിച്ച് വിചാരിച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അവർക്ക് ആകെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞ 10 പേരെ ഇറക്കി വിട്ട് സോഷ്യൽ മീഡിയയിലൂടെ സൈബർ അറ്റാക്ക് തെറി പറയുക. അത് തെറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം. എന്നെ പറയുന്നത് വ്യക്തമാക്കാതെയാ.
തിരുവനന്തപുരത്ത് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. എന്താണ് ചെയ്യുന്നതെന്ന് പറയാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയാം. കാണുന്ന മറ്റു ആൾക്കാർ വിചാരിക്കും ഇവരെന്തോ വലിയ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ഞാനെന്തോ അധോലോകമായി പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തത് രണ്ടാമത് അത് മോശം സെൻസിലാണ്. പിന്നെ അടുത്തത് നിങ്ങളുടെ ചരിത്രം എനിക്കറിയാം. എൻ്റെ ചരിത്രം ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. എന്നെ അറിയാത്ത BJP നേതാക്കന്മാരില്ല, ആർക്ക് വേണമെങ്കിലും ചരിത്രം പരിശോധിക്കാം, ഒരു പ്രശ്നവുമില്ല. കാരണം ഞാൻ ഒരു 3-4 വയസ്സ് മുതൽ ഈ സംഘടനയുടെ ചുറ്റുവട്ടത്തുണ്ട്. അകത്ത് പണ്ട് കുറച്ചു കാലം അകത്തുണ്ടായിരുന്നെങ്കിലും ഈ സംഘടനയുടെ ചുറ്റുവട്ടത്ത് ഞാൻ എപ്പോഴും ഉണ്ട്, അന്നുകൊണ്ട് ഇന്നും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് പരിശോധിക്കേണ്ടത് എൻ്റെ വീട് എവിടെയാണെന്നും ഞാൻ ഏത് വീട്ടിലെയാണെന്നും എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ അറിയുന്ന ആൾക്കാർ ഈ പാർട്ടിയിലുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് അറിയണമെങ്കിൽ KS രാജൻ ചെങ്ങന്നൂർ, ഞാൻ വേണ്ട റെഫറൻസിന് ആളെ പറയാം. പഴയ ഇപ്പൊ കർഷക മോർച്ച ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു, പ്രവർത്തനത്തിലില്ല എന്ന് തോന്നുന്നു. അതുപോലെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ആദ്യകാലത്തുണ്ടായിരുന്ന രാമചന്ദ്രക്കുറുപ്പ് എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്, എനിക്ക് പേരിന് അമ്മാവനായി വരും. അപ്പൊ അങ്ങനെ ദേശീയ സമിതി അംഗമായിരുന്നു BJPയുടെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് എന്നെ അറിയാം. അതുകൊണ്ട് എന്റെ ചരിത്രം മെനക്കെട്ട് എന്റെ ചരിത്രം കണ്ടുപിടിക്കാനൊന്നും പോകണ്ട, ഞാൻ ഏതാണെന്ന് അറിയാം. ഭൂമിശാസ്ത്രവും ഒക്കെ തപ്പിപ്പോകും. ഇനി ഒരു കാര്യം കൂടി പറയാം, എന്റെ ഭർത്താവ് J. ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ BJP അധികാരത്തിൽ വരാൻ കാരണം ഉണ്ടായ ഒരു നാഷണൽ ഹെറാൾഡ് കേസും അതുപോലെ തന്നെ അതിന് മുമ്പുള്ള അഴിമതി, അഴിമതി, അതിനുശേഷം അങ്ങനെയുള്ള നിരവധി മറ്റേ കോമൺവെൽത്ത് ഗെയിംസ്, അങ്ങനെ ഒരുപാട് അഴിമതികൾ പുറത്തു വന്നിട്ടുള്ള മാധ്യമ അന്നത്തെ ആ CAG റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് ഇദ്ദേഹം പൈനിയറിൽ എഴുതിയ, ശ്രീ J. ഗോപികൃഷ്ണൻ പൈനിയറിൽ എഴുതിയ ഒരു ലേഖനം ഉണ്ടാക്കിയ ഒരു സ്ഫോടനം, ആ സ്ഫോടനമാണ് UPA സർക്കാരിനെ തറപറ്റിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. അത് BJP സമർത്ഥമായിട്ട് നല്ല ഭംഗിയായിട്ട് ഉപയോഗിച്ചു. ഒരു മാധ്യമ പ്രവർത്തകന്റെ വെളിപ്പെടുത്തലുകൾ നന്നായി ഉപയോഗിക്കാൻ, ശതകോടികളല്ല സഹസ്രകോടികളുടെ അഴിമതിയാണ് നടന്നത്. ആ അഴിമതി CAG കണ്ടെത്തി. CAG അതിനെക്കുറിച്ച് പിന്നെ അവരുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചു, അത് ചൂണ്ടിക്കാണിച്ചു. അതിനെ മറ്റുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ തമസ്കരിച്ചപ്പോൾ അതിനെ പൈനിയർ അത് നന്നായിട്ട് J. ഗോപികൃഷ്ണൻ അതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് പിന്നെ വാർത്തകളും ലേഖനങ്ങളും ഒക്കെ ആയിട്ട് എഴുതി. അത് നാട്ടിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ്. ഇരിക്കട്ടെ. അപ്പം നമുക്കിവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പം സത്യസന്ധവും സുതാര്യവുമായി കാര്യങ്ങൾ അവതരിപ്പിക്കും. ചിലർ വന്നിട്ട് പണം തന്നിട്ടാണോ വാർത്ത ചെയ്യുന്നത്, ആരുടെയും പണം വാങ്ങിച്ചിട്ടാണോ, ആരുടെയും ഒരു രൂപയും വാങ്ങിയിട്ടല്ല, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ലാതെ നമുക്ക് ഒരു വരുമാനവും ഇല്ല. ആരുടെ അടുത്ത് നമ്മൾ കൈനീട്ടാൻ പോയിട്ടുമില്ല. ഇനി അപ്പോൾ നമ്മൾ ആ അർത്ഥത്തിൽ ഇവിടെ ഈ വിഷയത്തെ നമ്മൾ സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, നഗരസഭാ ഭരണം സത്യസന്ധവും സുതാര്യവുമായിട്ട് മുന്നോട്ട് പോകണം. ആര് ഭരിച്ചാലും നമുക്കതാണ് നമ്മുടെ അജണ്ട, അതാണ്. അതിനപ്പുറത്തേക്ക് ആ ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കാനോ തകർക്കാനോ നമ്മളില്ല. നല്ലത് ചെയ്യുന്നതുവരെ നല്ലത് ചെയ്തു എന്ന് തന്നെ പറയും, മോശം ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അത് ആരുടെയും മുഖം അവിടെ നോക്കില്ല എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് ഉറപ്പ്. ഞങ്ങൾ ഈ ഐഡിയോളജിയോടൊപ്പം ദേശീയത എന്ന് പറയുന്ന ഐഡിയോളജി, സംഘപരിവാർ ഉയർത്തുന്ന ദേശീയത എന്ന് പറയുന്ന ഐഡിയോളജിയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഐഡിയോളജി അതാണ്. എനിക്ക് പിന്നെ സംഘടനാപരമായി കുറച്ച് ഐഡിയോളജി ഉപേക്ഷിച്ചു പോയാലും ഞങ്ങൾ അവിടെ ഇവിടെ തന്നെ ഉണ്ടാവും, അത് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നരേന്ദ്രമോദി തൊട്ട് ഇങ്ങോട്ട് മേയർ VV രാജേഷ് വരെയുള്ള എല്ലാ ജനപ്രതിനിധികളും, അത് BJP ആകട്ടെ, CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ഏത് പാർട്ടിയുടെ ആണെങ്കിലും ശരി, അഴിമതി കാണിച്ചാൽ അത് പറഞ്ഞിരിക്കും. അവരോട് വിയോജിപ്പുള്ള കാര്യം യുക്തിസഹമായിട്ട് ഇന്ന കാരണം കൊണ്ട് വിയോജിക്കുന്നു എന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾ അത് അവതരിപ്പിക്കും. മാത്രമല്ല അതിന്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നരേന്ദ്രമോദി ആണെങ്കിൽ പോലും അത് അങ്ങനെ അത് ശേഖരിച്ച ശേഷം മാത്രമേ ഞങ്ങൾ പറയുള്ളൂ. നിങ്ങൾ അതിനെ ആടിനെ പട്ടിയാക്കാനും അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചാലും ഒക്കെ അത് വരും ദിവസങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് തെളിയിക്കേണ്ട ഞങ്ങളുടെ കൂടെ ബാധ്യതയാണല്ലോ. ഇല്ല എന്ന് നിങ്ങൾ സ്ഥാപിക്കുന്നിടത്തോളം ഉണ്ട് എന്ന് ഞങ്ങൾ പറയാൻ ഇതുവരെ നമ്മൾ പറഞ്ഞ ഒരു വാർത്തയും നമുക്ക് പിൻവലിച്ചു മാപ്പ് പറഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും അത് തന്നെ തുടരും, ഒരു സംശയവും വേണ്ട. ഒരു തിരുത്തൽ ശക്തിയായിട്ട് നമ്മളിവിടെ ഉണ്ട്, ഭാരത് ലൈവ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുന്ന നല്ലത്. ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിൽ വലിയ സംശയം ഞങ്ങൾക്ക് മാത്രമല്ല ജനങ്ങൾക്ക്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം തന്നെ പലരും ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ മേയറെ തകർക്കാൻ ശ്രമിക്കുന്നത് ബാഹ്യശക്തികളാണോ ആഭ്യന്തര ശക്തികളാണോ? വലിയ ചർച്ച സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇനിയെങ്കിലും അത് BJP നേതൃത്വം അത് തിരിച്ചറിയണം. ഇവിടെ CPM-നോടൊപ്പം ചേർന്ന് മേയറേയും ടീമിനെയും തകർക്കാൻ ഒരു ഛിദ്രശക്തി BJP-ക്ക് ഉള്ളിൽ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക, അതിന് ഉത്തരവും നിങ്ങൾ തന്നെ കണ്ടെത്തുക.
ആ ഉത്തരത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് തിരുത്തുക. അല്ലാതെ ഭാരത് ലൈവിനും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടും ഈ വിഷയത്തിൽ മറ്റൊന്നും തന്നെ പറയാനില്ല.